മത്തായി എഴുതിയ സുവിശേഷം 17-ാം അധ്യായം 21-ാമത്തെ വാക്യം ആദ്യം വായിക്കണം. സ്തോത്രം. അതിന്റെ പകുതി മുതൽ വായിച്ചാൽ മതി. പ്രാർത്ഥനയാലും ഉപവാസത്താലും അല്ലാതെ ഈ ജാതി നീങ്ങിപ്പോകുന്നില്ലെന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു. കർത്താവ് പറയുകയാണ്, പ്രാർത്ഥനയാലും ഉപവാസത്താലും അല്ലാതെ ഈ ജാതി നീങ്ങിപ്പോകുന്നില്ല. നിന്റെ സന്തതിയെ കേറി പിടിച്ചിരിക്കുന്ന ദുഷ്ടശക്തി നീങ്ങിപ്പോകത്തില്ല. ഈ 5 ദിവസത്തെ പ്രാർത്ഥന നിന്റെ ലൈഫിൽ നിന്ന് നീങ്ങത്തില്ലെന്ന് പറഞ്ഞ ചെലവിനെ ദൈവാത്മാവ് നീക്കിക്കളയാൻ പോവുക. ഒരാമയും പറഞ്ഞു തുടങ്ങണം. ഓ ഹല്ലേലൂയ. അതുകൊണ്ട് ഉപവസിച്ച് പ്രാർത്ഥിക്കുന്നവർ പറയുന്നത്, ഞങ്ങൾക്ക് എന്തെങ്കിലും ഒരു പോരാട്ടമുണ്ടെങ്കിൽ അത് പ്രാർത്ഥനയിൽ നീങ്ങിപ്പോകണം. എത്ര പേര് ആമയും പറയും? എനിക്കെന്തോ ദൈവാത്മാവ് ഒരു ബോധ്യം തരിക, വർഷങ്ങൾ കൊണ്ട് നിന്റെ അനുഗ്രഹത്തെ തടഞ്ഞു വെച്ച ചില ദുഷ്ടശക്തികൾ ഇന്നും നിന്റെ കുടുംബത്തിൽ നിന്ന് നീങ്ങിപ്പോകും. ഓ ശമന ഹന്ദന, ഗ്ലോറി ടു ഗോഡ്. ചില മന്ത്രവാദ ശക്തികൾ, ചില ആഭിചാര ശക്തികൾ നിന്റെ പ്രോപ്പർട്ടിയിൽ നിന്ന് നീങ്ങിപ്പോകണം. നിന്റെ സന്തതിയെ വഴി തെറ്റിച്ചോണ്ട് നടക്കുന്ന, ആത്മീക അനുഭവങ്ങളെ തടഞ്ഞുകൊണ്ടിരിക്കുന്ന ആ ദുഷ്ടശക്തി ഉപവാസത്താലും പ്രാർത്ഥനയാലും ഗ്ലോറി ഗ്ലോറി. ഒരിക്കല് ഒരമ്മ മെഡിസിന് പഠിക്കുന്ന ഒരു മകളെ കൊണ്ട് പ്രാർത്ഥിക്കാനായിട്ട് എൻ്റെ അടുക്കൽ വന്നു. അടുത്ത സമയത്തെ കാര്യമാണ്. ധാരാളം മുടിയുള്ളൊരു പെൺകുട്ടിയാണ്. സാധാരണ 2 ചെവിയുടെ പുറകിൽ കൂടെ ഈ മുടിയെല്ലാം ഇങ്ങനെ പെൺകുട്ടികൾ ഇടുന്ന പതിവ്. ഇവള് ചെവിയെ കൂടെ തന്നെ മുടിയെല്ലാം ഇട്ടിരിക്കുക. അമ്മ പ്രാർത്ഥനാ വിഷയം പറഞ്ഞു, ഞങ്ങളുടെ മോക്കൊരു പ്രശ്നമുണ്ട്, 2 ചെവിക്കാ പ്രശ്നം. എന്താന്ന് ചോദിച്ചവൻ പറഞ്ഞു, ചെവിയൊരു ചൊറിഞ്ഞു പൊട്ടൽ തുടങ്ങിയതാണ്. ചെവിയുടെ 2 ചെവിയുടെയും പുറകെ അളിഞ്ഞു പോയി. 19 ഡോക്ടർമാരെ കണ്ടു. ഇപ്പം സ്കിന്നിനടയ്ക്ക് ഒരു ഇഞ്ചക്ഷൻ എടുത്തിരിക്കുക. എന്നാലും പപ്പടം പൊടിയുന്ന പോലെ പുറ്റിരിക്കുക. സ്തോത്രം. ഇവ ചെവിയുടെ മുകളിലെല്ലാം കളർ ചേഞ്ച് ഉണ്ടായി. അതുകൊണ്ട് അവൾ മുടി ഇങ്ങനെ ഇട്ടേക്കുന്നു. ഞങ്ങളുടെ ചർച്ചിലൊന്നും ഞാൻ പറഞ്ഞില്ല, കാരണം മുടി കെട്ടാത്തതിന് പാസ്റ്റർ ഭയങ്കര വഴക്കാണ്. മുടി കെട്ടാത്ത സ്റ്റൈലാന്നാ പാസ്റ്റർ പറയുന്നു. മുടി അടിച്ചിട്ട് നടക്കുന്ന സ്ത്രീകളെ എന്നൊക്കെ യോഗത്തിൽ വിളിച്ചിട്ടുണ്ട്. എന്നിട്ട് ഞങ്ങൾ മിണ്ടിയില്ല. കാരണം പറഞ്ഞാൽ വിവാഹാലോചന ആ ചർച്ചിലാണല്ലോ വരുന്നത്. ആരെങ്കിലും കുഞ്ഞിന് ഇങ്ങനൊരു ബുദ്ധിമുട്ടുണ്ടെന്ന് പറഞ്ഞാലോ, അതുകൊണ്ട് ആ പാസ്റ്ററെ പറയാൻ. ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ എന്നോട് കർത്താവ് പറഞ്ഞു, ഇവിടെ സൗന്ദര്യത്തെ കെടുത്തുന്നൊരു പൈശാചിക പോരാട്ടമുണ്ട്, ഉപവസിച്ച് പ്രാർത്ഥിക്കണം. അവര് 3 ദിവസം പ്രാർത്ഥനയിൽ നമ്മുടെ കൂടെ തന്നെ വന്നിരുന്നു. ഞാൻ ഇന്ന് ഓർക്ക, ഒരു ശുശ്രൂഷയിൽ ഞാൻ കണ്ടു, അവിടെ മേൽ നിന്നൊരു ശക്തി ഒഴിയുന്നത്. ഭാവവ്യത്യാസം ഒന്നും അവൾക്കുണ്ടായില്ല. അവൾ അഭിഷേകത്തിൽ ആരാധിച്ചു. ഞാൻ പറയാൻ കാരണം, കഴിഞ്ഞ ബുധനാഴ്ച എന്നെ കാണാൻ വന്നപ്പോൾ പറഞ്ഞു, ഇന്ന് വരെ പിന്നൊരു പാട് പോലും ആ ഭാഗത്തുണ്ടായിട്ടില്ല. ഞാനൊരു ദൂത് പറയുക, ഉപവാസത്താലും പ്രാർത്ഥനയാലും ചിലതൊക്കെ ഒഴിഞ്ഞു പോകണം. ഓ റബന ഹംസി, ചിലതൊക്കെ നീങ്ങിപ്പോകണം. ഇന്ന് പകൽ ആരാധിക്കുന്ന ചിലരോട് പറയാം, നിന്റെ അനുഗ്രഹത്തിന് നേരെ വ്യാപരിക്കുന്ന ചില ദുരാത്മശക്തികള് ഇന്നത്തെ പ്രാർത്ഥനയിൽ, ഓ കൃപ 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 കൃപ, ഇതിനകത്ത് ഭയങ്കര ദൈവ സാന്നിധ്യം വ്യാപരിക്കുക. എന്നോട് കർത്താവിൻ്റെ ആത്മാവ് പറയുക, ഞാൻ വീണ്ടും പറയുന്നു, പ്രയർ ഇവിടെ നടക്കുമ്പോൾ വിടുതൽ ഇവിടെ ആകണമെന്നില്ല. നിന്റെ സന്തതി എവിടെ ഇരിക്കുന്നോ, നിന്റെ വീട് എവിടെ ഒഴിഞ്ഞു പോകുന്ന കാഴ്ച,
ഈ ഒന്നാമത്തെ പകൽ ചില ദുർമന്ത്രങ്ങൾ നിന്റെ ശരീരത്തു നിന്ന് ഒഴിഞ്ഞു പോകും. ചില വിട്ടുമാറാത്ത തലവേദന ഒഴിഞ്ഞു പോകും. ചില അലർജി കൃപ അവിടെ വിടുതൽ വ്യാപരിക്കുന്നു. അവിടെ യെസ്, യേശുവിന്റെ നാമത്തില്, യേശുവിന്റെ നാമത്തില്, യേശുവിന്റെ നാമത്തില്. ചിലരുടെ വെളിപ്പാടാ പറഞ്ഞ ഭാവിയുടെ തടസ്സം നിനക്ക് മുമ്പിൽ തടസ്സമായി നിൽക്കുക. ഇന്ന് പകൽ അത് നിന്റെ മുമ്പിൽ നിന്ന് നീങ്ങിപ്പോകും. നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്ന മലയോട് നീങ്ങിപ്പോകുക എന്ന് കൽപ്പിച്ചാൽ അത് നീങ്ങിപ്പോകും. നിന്റെ വിടുതലിന് തടസ്സമായി പർവ്വത സമാനമായി തലപൊക്കി നിൽക്കുന്ന ദുഷ്ടന്റെ കോട്ടകൾ നീങ്ങിപ്പോകും.